ഹലോ. കഴിഞ്ഞ വാഴയിലയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ചിലരെങ്കിലും എന്നോട് ചോദിച്ചു, പൈസ വാങ്ങിയിട്ടാണോ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതെന്ന്. അതായത് വാഴയില കച്ചവടത്തിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ വാഴയില വഴി പകരുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുക എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത് യാതൊരുവിധ പണവും സ്വീകരിച്ചുകൊണ്ടുണ്ടാക്കുന്ന വീഡിയോ അല്ല. ഇത് ആളുകൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രമാണ്. വാഴയിലയെക്കുറിച്ച് തന്നെയാണ് ഇന്നും സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് വാഴയിലയിൽ നമുക്ക് അസുഖം വരുത്തുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. വാഴയിലയിലും നമ്മുടെ വാട്ടർ ബോഡീസിലും കിണറടക്കമുള്ള കുളങ്ങളടക്കമുള്ള ജലാശയങ്ങളിലും വാഴയിലയിലും, അതായത് മനുഷ്യരുമായി ബന്ധപ്പെടുന്ന പല സ്ഥലങ്ങളിലും കാണുന്ന മറ്റൊരാളാണ് ഒച്ച് എന്ന് പറയുന്നത്. ഒച്ചുകൾ പൊതുവെ രണ്ട് തരത്തിലുള്ളതുണ്ട്. ലാൻഡ് സ്നെയിൽ എന്ന് പറയുന്ന നമ്മുടെ ഒച്ച് എന്ന് പറയുന്നുണ്ട്. സ്ലഗ് എന്ന് പറയുന്ന കാറ്റഗറിയുള്ള, അതായത് പുറന്തോടില്ലാത്ത ഒരു പരന്ന തരം ഒച്ചുകളെയും അതിന് സ്ലഗ് എന്നാണ് വിളിക്കുക. അങ്ങനെ രണ്ടും തരത്തിലുള്ള ഒച്ചുകളാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത്. അതുകൂടാതെ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ഒച്ചും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഒച്ചുകളുണ്ട്. ഇവ ഗാസ്ട്രോപോഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ജീവികളാണ്. ഏത് തരം ഒച്ചായാലും ഇവയിലെല്ലാം തന്നെ ഇവയുടെ അടിഭാഗത്ത് നോക്കിയാൽ ഇവ ഇഴഞ്ഞു പോയ ഭാഗങ്ങളിൽ നല്ല തിളക്കമുള്ള ഒരു ദ്രാവകം നമുക്ക് കാണാറുണ്ട്. അത് ഒച്ചിൻ്റെ മ്യൂക്കസ് സെക്രീഷൻ എന്ന് പറയുന്ന അത് പോകുന്ന വഴികളിൽ അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള മനുഷ്യരെ ബാധിക്കുന്ന വിരകളുടെ മുട്ടകളും അതിൻ്റെ സിസ്റ്റുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒച്ച് എവിടെയൊക്കെ കാണപ്പെടുന്നു ആ സ്ഥലങ്ങളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രധാനമായിട്ടും ഒച്ചിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഒച്ചുകൾ പകർത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരം മസ്തിഷ്ക ജ്വരമാണ്. ഇപ്പം നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പൊതുവെ ആളുകൾക്കെല്ലാം അറിയാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു തരം മസ്തിഷ്ക ജ്വരമാണ് ഈ ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പരത്തുന്നത് ഒരു തരം ഒച്ചിൻ്റെ ദ്രാവക സെക്രീഷൻസിലൊക്കെയുള്ള ഒരു തരം വിരയാണ്. അതിൻ്റെ പേര് ആൻജിയോസ്ട്രോഞ്ചലസ് എന്നാണ്. റാറ്റ് ലങ് വേം എന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത്. അതായത് ഇത് എലികളുടെ ശ്വാസകോശത്തിലാണ് ഈ ജീവി കാണപ്പെടുക. ഇതിൻ്റെ രണ്ടാം ഘട്ടം ഇത് ഒച്ചുകളിലും ഇതിൻ്റെ ജീവിതക്രമത്തിൽ അതിൻ്റെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒച്ചുകളിലാണ് അത് ജീവിക്കുന്നത്. അതിൻ്റെ ഈ സമയത്ത് ഒച്ചുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരിലേക്ക് പകരുകയാണെങ്കിൽ ഇത് നമ്മുടെ തലച്ചോറിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അടുത്ത അസുഖം എന്ന് പറയുന്നത് ഷിസ്റ്റോസോമിയാസിസ് എന്ന് പറയുന്ന ഒരുതരം ബ്ലഡ് ഫ്ലൂക്ക് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഷിസ്റ്റോസോമ എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ്. അതും ഈ ഒച്ചിൻ്റെ ഈ ദ്രാവകങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നതാണ്. ഇത് മനുഷ്യരിലേക്ക് പകരുകയാണെങ്കിൽ ഇത് കരൾ രോഗം, കരൾ വീക്കം, മൂത്രശയവീക്കം അങ്ങനെയുള്ള അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഈ നമ്മുടെ കിണറുമായി ബന്ധപ്പെട്ടിട്ടും തടാകങ്ങൾ അല്ലെങ്കിൽ തോടുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒച്ചുകൾ കാണപ്പെടുന്നത് നമ്മൾ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഈ വാഴയിലൊക്കെയുള്ള ഭക്ഷണം നമ്മൾ വാഴയില വൃത്തിയാക്കാതെ കഴിക്കുമ്പോഴോ പച്ചക്കറികൾ വൃത്തിയാക്കാതെ കഴിക്കുമ്പോഴോ ഒക്കെ തന്നെ ഈ രോഗം പകരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് ഫാസിയോളാസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്, അഥവാ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന ഒരു വേമാണ്. ഈ ഒരു ലിവറിൽ കാണപ്പെടുന്ന ലിവർ ഫാസിയോള എന്ന് പറയുന്ന ഒരു തരം വേം ഉണ്ടാക്കുന്ന ലിവർ ഡാമേജ്, അതായത് കരളിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ ഫാസിയോളാസിസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒച്ചുകളിലൂടെ നമ്മളിലേക്ക് പകരുന്നത്. ഇനി ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ പരക്കുന്ന രോഗങ്ങൾ ഇതാണ്. വാഴയിലയിലൂടെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പകരുന്നു എന്ന് പറയുമ്പോഴും ഞാൻ വാഴയില സദ്യകൾ ഉപേക്ഷിക്കണം എന്നൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ വാഴയില ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നല്ല വാഴയില നോക്കിയെടുക്കുക. അതായത് ഒച്ചിഴഞ്ഞ പാട്, വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ ഉള്ള ഇലകൾ നമ്മൾ ഉപേക്ഷിക്കുക. അത് പ്രത്യേകിച്ചും നമ്മൾ പുറത്തുനിന്ന് സദ്യ കഴിക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലോറിനേഷൻ വെള്ളം, കിണർ വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ക്ലോറിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളുടെ മുട്ടകളൊക്കെ നശിച്ചു പോകും. അങ്ങനെ നമുക്ക് ഈ രോഗം വരുന്നത് തടയാൻ പറ്റും. അറിവിനെ നമ്മളൊരു ആയുധമായി ഉപയോഗിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം രക്ഷിക്കാനൊക്കെ അറിവ് നമ്മൾക്ക് നല്ലതായിരിക്കും. അറിവ് നേടുന്നത് ഒരു തെറ്റല്ല. ഇങ്ങനെയുള്ള അറിവുകൾ ഇനിയുള്ള കാലത്ത് കൂടുതൽ പുതിയ തലമുറകളൊക്കെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഒച്ചുമായി ബന്ധപ്പെട്ട രോഗാണുക്കൾ
കാണപ്പെടുന്നത് ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ വാഴയില, പച്ചക്കറികളുടെ പുറത്തൊക്കെ ഇത് കാണും. പിന്നെ അതുപോലെ കിണറുകൾ, കുളങ്ങൾ, മറ്റ് നമ്മൾ എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒച്ചുകൾ കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരല്പം ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അസുഖം വന്നു കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാതെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൽ നല്ലത് നമ്മൾക്കുണ്ടാകുന്ന അറിവുകളാണ്. ഓക്കെ, ഒച്ചിൻ്റെ പാടാണിത്. ഒച്ച് കഴിഞ്ഞിടങ്ങളിൽ ഇങ്ങനെ മ്യൂക്കസിൻ്റെ പാടുകൾ കാണാം. ഇതിൽ ഈ ജീവികളുടെ മുട്ടകളും കൂടെ കാണും എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മളിങ്ങനെ ഇല നോക്കുമ്പോൾ ഒന്ന് തിളങ്ങുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഒച്ചിഴഞ്ഞു പോയ പാടുകൾ.